everyone, welcome back to my channel. Hope you all are doing good. പക്ഷെ ഞാൻ ഒട്ടും ഗുഡല്ല കേട്ടോ. എനിക്ക് ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കരമായിട്ടൊരു കോൾഡും പിന്നെന്താ പറയുക ഒരു ത്രോട്ട് പെയിനും റണ്ണിങ് നോസും ഒക്കെയാണ്. അപ്പം ഞാൻ ഇപ്പം ഇന്ന് ട്യൂസ്ഡേ ആണ്, എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ബട്ട് ഞാൻ രാവിലത്തെ 2 hour മിസ്സാക്കി. പക്ഷെ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക മൂക്കും ഒക്കെ കൂടെ അടഞ്ഞിരുന്നിട്ട് എനിക്ക് എണീറ്റ് പോകാൻ പറ്റുന്നില്ല. സോ ഐ തോട്ട് ഞാനൊരു 2 hour മിസ്സാക്കിയിട്ട് ആൻഡ് ഐ ഹാവ് ഇനഫ് അറ്റൻഡൻസ്. അപ്പം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമ്മളത് മിസ്സാക്കണമല്ലോ. സോ അങ്ങനെ ഞാൻ 2 hour മിസ്സാക്കി. അപ്പോൾ ഇപ്പോൾ എണീറ്റ് കണ്ണൊക്കെ അതേ കൊണ്ട് കുഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ പോവാണ്. സോ ഐ തോട്ട് ഇന്ന് ഒന്ന് രാവിലെ കുളിച്ചിട്ട് പോകാം. കാരണം ഭയങ്കര ടയേർഡായിട്ടുള്ളതുപോലെ എനിക്ക് തന്നെ തോന്നുന്നു. സോ ഞാനൊന്ന് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് റെഡിയായി നമുക്ക് കോളേജിൽ പോകാം. കുറേ ആയി ഞാനൊരു എന്താ പറയുക കോളേജ് വ്ളോഗ്, ഒരു PG വ്ളോഗൊക്കെ ഇട്ടിട്ട്. കാരണം ഒടുക്കത്തെ മടി കാരണം വീഡിയോസ് എടുക്കുന്നില്ലായിരുന്നു. വീഡിയോസ് എടുക്കാത്തതിൻ്റെ റീസൺ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്, പിന്നെ മടി കാരണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സോ ദാറ്റ്സ് ഓൾ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളിന് ശേഷം ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തതെങ്കിലും ഇത് ഞാൻ ഇടുന്നത് തന്നെ ഏതാണ്ട് ഒരു 2 months ശേഷമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നവരാത്രി ദിവാലി ടൈമിൽ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്തോ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു 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 മൂഡ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അവിടെ കിടന്ന കാര്യവും ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഗാലറി ക്ലിയർ ചെയ്യുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നുള്ള കാര്യം ആലോചിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ കുളിച്ച് റെഡിയായിട്ട് ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ആക്കുകയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി കുളിച്ചിട്ട് കോളേജിൽ പോകാറില്ല. ഐ എം ഓൾവേസ് എ പേഴ്സൺ ഹു ലവ്സ് ടു ടേക്ക് ഷവർ നൈറ്റ് കേട്ടോ. നൈറ്റ് ഷവർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. രാത്രി കുളിക്കുക, ഫ്രഷായിട്ട് കിടക്കുക, ആ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പം എനിക്ക് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കുളിച്ചിട്ട് കോളേജിൽ പോകാറില്ല. രാത്രി കുളിച്ചിട്ട് കിടക്കും, രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കുമല്ലോ. ബട്ട് ഇന്ന് ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊന്ന് കുളിച്ചിട്ട് ഫ്രഷായിട്ട് പോകാമെന്ന്. അങ്ങനെയാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ആയിഷ എന്നോട് ഉണ്ടായിരുന്നു. അപ്പോൾ ആയിഷ നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഉടനെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിന് ശേഷം ആയിഷ ഒരു 3-4 തവണ നാട്ടിൽ പോയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഞാൻ ശരിക്കും പറഞ്ഞ വീഡിയോ ഉള്ള കാര്യം മറന്നുപോയിട്ട് ഞാൻ ഇങ്ങനെ ഗാലറി ക്ലിയർ ചെയ്തപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ ദിവാലിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഈ ഫ്രണ്ട്സൊക്കെ സ്വീറ്റ്സ് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് കാജു കത്ലി ഭയങ്കര ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കാജു കത്ലിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ആ സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട് ഞാനപ്പോൾ രാവിലെ ഒന്നും കഴിക്കാനാണ് വന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ 2 hour മിസ് ചെയ്തിട്ടപ്പോഴത്തേക്കും ഞാൻ എണീറ്റപ്പോഴേ ലേറ്റായി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ 2 hour കഴിഞ്ഞ് അടുത്ത ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയ ഒരു അവർ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു അവറും കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ സംസാരിച്ച് അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ താഴെ പോയി ഞാനും ഐഷ എന്തെങ്കിലും മേടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇനി നമുക്ക് ഇങ്ങനെ ക്ലാസ്സൊക്കെ ഭയങ്കര കുറവായിരിക്കും. കാരണം ഇപ്പോൾ ഞങ്ങൾ 5th സെമ്മിലാണ്. ഇനി 6th സെം അധികം ക്ലാസ് ഒന്നുമില്ല. ഒരു വീക്ക്ലി 2 or 3 ഒക്കെ ക്ലാസ് കാണുള്ളൂ. അതും ഭയങ്കര കുറവായിരിക്കും. 5th സെം ദാന്ന് പറയുമ്പോൾ ഫിനിഷ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പം 6th സെം. അപ്പം ഞങ്ങൾ ഇനി കോളേജ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അപ്പം അങ്ങനെ ചിക്കൻ റോൾ ഞാനും ഐഷയും കൂടെ താഴെ പോയി മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ ചിക്കൻ റോളൊക്കെ കഴിച്ചതിന് ശേഷം എന്നെ ഫുൻസോക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുൻസോക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഞാൻ ജേർണലിസമാണ്. ഫുൻസോക്ക് LLB ആണ്. സോ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് താഴെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുൻസോക്ക് അവർ ലഞ്ച് ബ്രേക്കിനൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നിൽക്കുമ്പം എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൻസോക്ക് വിളിച്ചിട്ട് ഞാൻ നേരെ ഞങ്ങളുടെ നന്ദിനിയുടെ അടുത്ത് പോയി. അപ്പം നമ്മുടെ റേവയുടെ ഉള്ളിൽ കുറേ ഷോപ്പുണ്ട് കേട്ടോ. അതിലൊരു ഷോപ്പാണ് നന്ദിനി. അവിടെ നമുക്ക് ഇതുപോലത്തെ സ്നാക്സും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഇങ്ങനെ സംസാരിക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഫുൻസോക്കും കൂടെ ഇങ്ങനെ സംസാരിച്ച് നിന്നപ്പോഴത്തേക്കും വിദൂഷി വന്നു. അപ്പോൾ അതിന് മുന്നേ ഞാനും ഫുൻസോക്കും ഇങ്ങനെ കുറേ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുൻസോക്കിനെ കാണാൻ ഭയങ്കര പാവ ഒരു കുട്ടീൻ്റെ ലുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര പാവമൊന്നുമല്ല കേട്ടോ. എന്താ പറയുക ഭയങ്കര ഫണ്ണിയാണ്. ഷീ ഈസ് വെരി ഫണ്ണി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ നന്ദിനി ഷോപ്പ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊരു ഗുവാവയുടെ ഒരു ജ്യൂസ്, മറ്റേ ട്രോപ്പിക്കാനയുടെ ഗുവാവ മേടിച്ച് കുടിച്ചു. അപ്പോൾ വിദൂഷി വന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അടുത്ത സൈഡിൽ വസീനെ കണ്ടു. അപ്പോൾ അവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇല്ല പറയത്തില്ല, മര്യാദയ്ക്ക് വന്നാൽ പറയത്തില്ല മര്യാദയ്ക്ക് വ്ലോഗ് എടുക്കല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. മതി. അപ്പോൾ പറയുമ്പോൾ വസി ഇതുവരെ എന്നുള്ള ഒരു വീഡിയോസിലാണ് തലപോലെ ആരും കണ്ടിട്ടില്ല. കാരണം അവനങ്ങനെ വീഡിയോസിലൊന്നും വരലില്ല. അപ്പോൾ ഇത്തവണ ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നമ്മളെന്ത് വീഡിയോയിൽ ആഡ് ചെയ്യത്തില്ലല്ലോ എന്നുള്ള മട്ടിൽ. അപ്പോഴാണ് ഞാൻ വീഡിയോ കൊണ്ട് പോയപ്പോഴത്തേക്കും പിന്നെ വീഡിയോയ്ക്ക് ഭയങ്കര നാളാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ എല്ലാവരും ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ആ റോഡിലൂടെ റേവേൻ്റെ ഉള്ളിലുള്ള റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 2 hour ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. കാരണം വെറുതെ ബോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാനും ഐഷയും കൂടെ തിരിച്ചു പോവുകയാണ്.
അപ്പോൾ പിന്നെ അടുത്ത സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കണ്ടു. കോളേജിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വഴി നടക്കുമ്പോൾ ഓരോ സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കാണും. പിന്നെ അവിടെ നിന്ന് കുറേ നേരം സംസാരിക്കും, ടൈം പോകുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ തിരിച്ച് പി ജിയിലോട്ട് പോയപ്പോഴാണ് ആയിഷേൻ്റെ കുറേ പാഴ്സൽ ഞാൻ എൻ്റെ റൂമിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവളില്ലാത്ത ടൈമിൽ. അപ്പോൾ അത് കൊണ്ടുപോയി കൊടുക്കണമായിരുന്നു. അങ്ങനെ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് അപ്പോഴാണ് ആയിഷ അൺപാക്ക് ചെയ്തിട്ട് ആയിഷയുടെ ഉപ്പച്ചിയൊക്കെ കുവൈറ്റിൽ നിന്ന് വന്ന സമയത്തായിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ്സും ഒക്കെ അവളിങ്ങനെ തന്നു. പിന്നെ എന്താ പറയുക, ഈ ഒരു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തു പോയി കേട്ടോ. വേറൊന്നുമല്ല, ഫ്രഞ്ച് ഫ്രൈസും ഒരു ഓറിയോ ഷേക്ക് ഹാഫാണ് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ഉച്ചയ്ക്കൊരു റോള് കഴിച്ചതാണ്. പിന്നെ ഇത് കഴിച്ചിട്ട് ഞാൻ പിന്നെ നൈറ്റ് ഡിന്നറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം വയറ് ഫുള്ളായത് കാരണം. അത് ഞാൻ ഈ മൈ കാലറി ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ കാണുന്നുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഡ്രാമയാണ്, കാണണം എന്നുള്ളവർക്ക് കാണാം കേട്ടോ. ഒരു ചൈനീസ് ഡ്രാമയാണ്. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞാൻ മെല്ലെ കിടന്ന് ഉറങ്ങുകയാണ്. കുറേ നാൾ മുന്നേ എടുത്ത വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ ഈ ഒരു വ്ളോഗിനില്ല. എന്നാലും ഇറ്റ്സ് ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ എവ്രി വൺ.